വിജയ്, ഈ ഇസ്രയേൽ ഇറാനിൽ നടത്തിയ സൈനിക നടപടിക്ക് പിന്നാലെ അവർ ഹൂത്തികളെ ഇനി വെച്ചുകൊണ്ടിരിക്കേണ്ട എന്ന നിലപാടാണ്. യമനിൽ വീണ്ടും അവരുടെ ഇറാനിലെ സൈനിക നടപടിക്ക് ശേഷം പിന്നെ ഹൂത്തികളെ ലക്ഷ്യമിട്ട് യമനിലാണ് അവർ പിന്നെ പരിപാടി തുടങ്ങിയത്. ഇപ്പോൾ എന്താണ് അത് സംബന്ധിച്ചുള്ള പുതിയ വിവരങ്ങൾ എന്തൊക്കെയാണ്? അതായത് ഒരു അപ്പാർട്ട്മെന്റ് നേരെ ഉണ്ടായിട്ടുള്ള ഒരു കൃത്യമായ ആക്രമണമായിരുന്നു. അതായത് ഓപ്പറേഷൻ സിന്ദൂറിന്റെ സമയത്ത് ഇന്ത്യ എന്താണോ പാകിസ്ഥാനിൽ ചെയ്തത് അതുപോലെയുള്ള ഒരു ആക്രമണമായിരുന്നു. സൂക്ഷ്മമായിട്ടുള്ള ഒരു ഓപ്പറേഷൻ ആയിരുന്നു ഇവിടെ ചെയ്തത്. അതിൽ അൽ റഹാവി എന്ന് പറയുന്ന ഒരു ഹൂത്തി നേതാവ്, ഇയാൾക്കൊപ്പം ഉണ്ടായിരുന്ന ഒട്ടേറെ പേര്, അതായത് 10ഓളം പേര് കൊല്ലപ്പെട്ടു എന്നാണ് യമനി മാധ്യമങ്ങൾ ഇപ്പോൾ റിപ്പോർട്ട് ചെയ്യുന്നത്. അതേസമയം ഇക്കാര്യത്തിൽ ഇസ്രയേൽ ഔദ്യോഗിക പ്രതികരണം ഒന്നും നടത്തിയിട്ടില്ല. 2014 മുതൽ തുടരുന്ന ആഭ്യന്തര യുദ്ധത്തിൽ തലസ്ഥാനമായി സന ഉൾപ്പെടെ ഉള്ള വടക്കൻ പ്രദേശങ്ങൾ ഭരിക്കുന്നത് ഇറാന്റെ പിന്തുണയുള്ള ഹൂതികളാണ്. നമുക്ക് സന എന്നുള്ള പ്രദേശം അറിയാം. അതായത് ജയിൽ അതെ, സന എന്നാ പറയുന്നത്. അത് ഈ നിമിഷപ്രിയയുടെ ഇപ്പോൾ അവിടുത്തെ സനയിലെ കരഗ്രഹത്തിലാണ് ഇപ്പോൾ ഉള്ളത്. അപ്പോൾ അവിടെ വെച്ചാണ് പിടിക്കപ്പെട്ടത്. അപ്പോൾ ഈ ഹൂത്തികളുടെ പ്രദേശമാണിത്. ഇതെന്ന് പറയുന്നത് അവിടെ ഈ 6ഓളം പ്രവിശ്യകൾ ആയിട്ട് തിരിക്കാൻ പോവുകയും അവിടെ ഒരു സിവിൽ വാർ ഉണ്ടാവുകയും ഈ പറയുന്ന 3 വിഭാഗങ്ങളാണ് ഇപ്പോൾ ആ രാജ്യം ഭരിക്കുന്നത്. അവിടെ ഒരു പ്രോപ്പർ ഭരണകൂടമൊന്നുമില്ല. അപ്പോൾ ഈ സന എന്ന പ്രദേശം ഹൂത്തികളുടെ കൺട്രോളിലാണ്. അപ്പോൾ തെക്ക് ഏതൻ ആസ്ഥാനമായിട്ടുള്ള പ്രസിഡന്റ് റഷാദ് അൽ അലിമിയുടെ നേതൃത്വത്തിലുള്ള അന്താരാഷ്ട്ര അംഗീകാരമുള്ള സർക്കാരും ഹമാസ്, ഹിസ്ബുള്ള തുടങ്ങിയ സംഘടനകൾ ഉൾപ്പെടുന്ന ഇസ്രായേൽ വിരുദ്ധ സഖ്യത്തിന്റെ ഭാഗവുമാണ് ഈ പറയുന്ന ഹൂതികൾ എന്ന് പറയുന്നവർ. ഒരാഴ്ചക്കിടെ ഇത് 2ാം തവണയാണ് ഹൂതികളുടെ നിയന്ത്രണത്തിലുള്ള യമൻ തലസ്ഥാനമായ സനയിൽ ഇസ്രായേൽ വ്യോമാക്രമണം നടത്തുന്നത്. വ്യാഴാഴ്ച നടന്ന ആക്രമണം ഹൂതി രാഷ്ട്രീയ സൈനിക നേതാക്കളുടെ ഒരു യോഗത്തെ ലക്ഷ്യമിട്ടായിരുന്നു എന്ന് ഇസ്രായേലിലെ മാധ്യമങ്ങൾ നേരത്തെ തന്നെ റിപ്പോർട്ട് ചെയ്തിരുന്നു. സനയിലെ ഒരു അപ്പാർട്ട്മെന്റിൽ ഇസ്രായേൽ നടത്തിയ ആക്രമണത്തിലാണ് അൽ റഹാവി കൊല്ലപ്പെട്ടെന്ന് യമനിലെ അൽ ജംഹൂരിയ ചാനൽ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഒട്ടേറെ സഹപ്രവർത്തകർക്കൊപ്പമാണ് അൽ റഹാബി കൊല്ലപ്പെട്ടതെന്ന് ഏതൻ അൽഗദ് പത്രവും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അതേസമയം വ്യോമാക്രമണത്തിൽ ഹൂതി പ്രതിരോധ മന്ത്രി മുഹമ്മദ് അൽ അത്തിഫി, ചീഫ് ഓഫ് സ്റ്റാഫ് മുഹമ്മദ് അബദ് അൽ കരീം അൽ ഖമാരി എന്നിവരും കൊല്ലപ്പെട്ടതായി യൂറോ ന്യൂസ് റിപ്പോർട്ട് പുറത്തുവിട്ടിട്ടുണ്ട്. ഒക്ടോബർ 7 ആക്രമണത്തിന് ശേഷം ഹൂതികൾ ഇസ്രായേലിനെതിരെ യുദ്ധത്തിൽ പങ്കുചേർന്നിരുന്നു. ഇസ്രായേലിലേക്ക് മിസൈലുകൾ അയക്കുകയും ചെങ്കടലിൽ ഭീകര അന്തരീക്ഷം സൃഷ്ടിക്കുകയും ചെയ്യുന്നത് തുടർന്നുകൊണ്ടേയിരുന്നു. ഇസ്രായേലും അമേരിക്കയും ഹൂതികൾക്കെതിരെ പലതവണ വ്യോമാക്രമണം നടത്തിയിട്ടുണ്ട്. കനത്ത തിരിച്ചടി ഹൂതികൾക്ക് കിട്ടിയിട്ടും അതൊന്നും വകവയ്ക്കാതെ വീണ്ടും ഇസ്രായേലിന് നേരെ വാളെടുക്കുകയായിരുന്നു ഹൂതികൾ. അന്ന് ബെഞ്ചമിൻ നെതന്യാഹു മുന്നറിയിപ്പ് കൊടുത്തിരുന്നു, ഇത് തീക്കളിയാണ്. ഇപ്പോൾ അവരുടെ തല പിഴുതെടുക്കുന്ന നീക്കത്തിലേക്കാണ് ഇസ്രായേൽ കടന്നിരിക്കുന്നത്. ഇനി ഹൂത്തികളെയും തീർത്തിട്ടേ ഈ യുദ്ധം തീർക്കൂ എന്നാണ് ഇസ്രായേൽ പ്രതിരോധ മന്ത്രിയായിട്ടുള്ള കാറ്റ്സ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. അൽ റഹാവിയും കൂട്ടരും ചർച്ച നടത്തുന്ന അപ്പാർട്ട്മെന്റിലേക്ക് കൃത്യം അറ്റാക്കാണ്, അതായത് പ്രിസിഷൻ അറ്റാക്കാണ് ഇസ്രായേൽ നടത്തിയത്. അവർ ഈ മേഖലയിൽ ഉണ്ടെന്നുള്ള വിവരം ഇസ്രായേൽ സേനയ്ക്ക് എങ്ങനെ ലഭിച്ചു എന്നുള്ള തലപുകഞ്ഞിരിക്കുകയാണ്. അവർക്ക് മറ്റേ സ്പൈ അതെ, അബ്ദുൽ മാലിക് അൽഹുത്തി എന്ന് പറയുന്ന ഇനി കൊല്ലപ്പെടാനുള്ളത് ഇയാളാണ്. അയാളിപ്പോൾ തലപുകഞ്ഞ് ആലോചിക്കും ഇവർക്ക് എങ്ങനെ കിട്ടിയത്. അപ്പോൾ യമനിലെ ഇസ്രായേലിന്റെ ചാരന്മാർ അത് കയറി കൂടിയിട്ടുണ്ടോ എന്ന ആശങ്കയും ഇപ്പോൾ ഉടലെടുക്കുന്നുണ്ട്. മൊസാദ് സംഘം ഹൂതികൾക്കിടയിൽ നുഴഞ്ഞു കയറിയോ അത്തരത്തിലുള്ള പരിശോധനയ്ക്ക് ഇപ്പോൾ അവരോട് നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഹൂതി നേതൃത്വം. അപ്പോൾ ഹിസ്ബുള്ളയുടെ തല എരിഞ്ഞത് മൊസാദാണ്. തലവൻ ഹസൻ നസറുള്ളയും കൂട്ടരും ബങ്കറിൽ ഇസ്രായേൽ ആക്രമണത്തിന് പദ്ധതി ഇട്ടുകൊണ്ടിരിക്കുകയാണ്. അവരുടെ തല ചിതറിച്ച് ജൂതപ്പട ആക്രമണം നടത്തിയത് അപ്പോഴാണ്. ഹമാസിനെയും തലവന്മാരെയും വധിച്ചത് അവരുടെ കോട്ടകളിൽ കയറിയായിരുന്നു. മൊത്തം ഇറാനിൽ ചാരശൃംഖല ഉണ്ടാക്കിയിട്ടാണ് ഖമനിയെ ഞെട്ടിച്ചുകൊണ്ടുള്ള ആണവ ശാസ്ത്രജ്ഞർ, റവല്യൂഷണറി ഗാർഡ് തലവന്മാർ, പരമോന്നതന്റെ ഉപദേഷ്ടാക്കൾ എന്നിവരെല്ലാം ചിതറിച്ചത്. അപ്പോൾ ഇതേ പ്ലാൻ തന്നെ ഇസ്രായേൽ യമനിലും പയറ്റുന്നുണ്ടോ എന്ന് ഇപ്പോൾ ഹൂതികൾക്ക് ഭയം വന്നു തുടങ്ങി. മൊസാദ് തന്നെയാണ് ആക്രമണത്തിന് പിന്നിലെ ബുദ്ധി കേന്ദ്രമെന്ന് ഹൂതി തലവൻ അബ്ദുൽ മാലിക് അൽഹുദി ഉറപ്പിച്ചു പറയുന്നുണ്ട്. ആക്രമണം നടന്ന മേഖലയിൽ കനത്ത വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾ ഉണ്ടായിരുന്നിട്ടും ഇസ്രായേലിന് ശക്തമായ ആക്രമണം നടത്താൻ കഴിഞ്ഞു എന്നാണ് ഹൂതി മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. അൽഹൂത്തി പ്രസംഗിക്കുമ്പോൾ മുതിർന്ന ഉദ്യോഗസ്ഥരെ ലക്ഷ്യമിടുന്നതായി അദ്ദേഹത്തിന് മനസ്സിലായോ എന്ന കാര്യം മൊസാദ് കൃത്യമായി നിരീക്ഷിക്കുന്നുണ്ടായിരുന്നു. എന്നാൽ അൽഹൂത്തി ഇക്കാര്യം മനസ്സിലാക്കിയതായി ഒരു സൂചനയും ലഭിച്ചിരുന്നില്ല. മൊസാദ് ലക്ഷ്യമിട്ട ഹൂതി പ്രമുഖരിൽ ഹൂതികളുടെ പ്രതിരോധ മന്ത്രിയും സൈനിക മേധാവിയും ഉൾപ്പെടുന്നുണ്ട്. 2016 മുതൽ ഹൂതികളുടെ പ്രതിരോധ മന്ത്രിയാണ് അഹമ്മദ് നാസർ അൽ അത്താഫി. ഹൂതികളുടെ സൈനിക സ്ഥാപനത്തിലെ ഏറ്റവും മുതിർന്ന ഉദ്യോഗസ്ഥരിൽ ഒരാൾ കൂടിയാണ് ഇദ്ദേഹം. അത്താഫി ഇറാന്റെ റവല്യൂഷണറി ഗാർഡുകളുമായും ഹിസ്ബുള്ളയുമായും ഇയാൾ അടുത്ത ബന്ധം സ്ഥാപിച്ചിട്ടുണ്ടെന്നും ഇസ്രായേലിനെതിരായ പ്രവർത്തനങ്ങളിൽ നേരിട്ട് പങ്കെടുത്തിട്ടുണ്ടെന്നും റിപ്പോർട്ടുകൾ ഇസ്രായേലിന് നേരത്തെ തന്നെ കിട്ടിയിരുന്നു. അതുകൊണ്ട് തന്നെയാണ് ഹൂതികളിലെ ഈ നേതൃത്വത്തെ ഇസ്രായേൽ ലക്ഷ്യം വെച്ചതും ആക്രമണം നടത്തിയതും. കഴിഞ്ഞ ജൂണിൽ ഇറാനെതിരായ യുദ്ധം തുടരുന്നതിനിടെ യമനിൽ നടത്തിയ ഇസ്രായേലി ആക്രമണത്തിൽ ഹൂതി ചീഫ് ഓഫ് സ്റ്റാഫ് മുഹമ്മദ് അൽ ഖമാരിക്ക് ഗുരുതരമായി പരിക്കേറ്റതായി റിപ്പോർട്ടുകൾ പുറത്തു വന്നിരുന്നു.
കഴിഞ്ഞ ഞായറാഴ്ച ഇസ്രായേൽ യമനിൽ ശക്തമായ ആക്രമണമാണ് അഴിച്ചുവിട്ടത്. എന്നാൽ അന്ന് ഹൂത്തി പ്രമുഖരെ വധിക്കാൻ നേരത്തെ എടുത്ത തീരുമാനം പിന്നീട് കഴിഞ്ഞ ദിവസത്തേക്ക് മാറ്റിവെക്കുകയായിരുന്നു. നിരന്തരം ഹൂതികളുടെ കേന്ദ്രങ്ങളിലേക്ക് കൃത്യമായ അറ്റാക്കാണ് ഇസ്രായേൽ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതായത് ഹൂതി തലവന്മാരെ ലക്ഷ്യമിട്ടിട്ടാണ് ഇപ്പോൾ ഇസ്രായേൽ ആക്രമണം കടുപ്പിച്ചിരിക്കുന്നത്. ഹിസ്ബുള്ളയ്ക്കും ഹമാസിനും നേരെ ഏത് രീതിയാണോ പുറത്തെടുത്തത് അതേ രീതി തന്നെയാണ് ഹൂതികളെ തുടച്ചു നീക്കുന്നതിനും ഇസ്രായേൽ പുറത്തെടുത്തിരിക്കുന്നത് എന്ന് വ്യക്തമാക്കിയിരിക്കുകയാണ്. 1800 കിലോമീറ്റർ അകലെയുള്ള യമനിലേക്ക് ഇസ്രായേൽ ഇത് 16ാം തവണയാണ് നേരിട്ട് ആക്രമണം നടത്തുന്നത്. ദൂരം ഞങ്ങൾക്കൊരു പ്രശ്നമല്ല എന്നുള്ള മുന്നറിയിപ്പ് കൂടിയാണ് ഇസ്രായേൽ ഇവിടെ കൊടുക്കുന്നത്. ജൂതരാഷ്ട്രത്തിന് നേരെ വിരൽ ചൂണ്ടുന്നവർ ആരായാലും അവരുടെ തല പിന്നെ ഉണ്ടാകില്ല എന്നുള്ള കൃത്യമായ മറുപടിയാണ് ഇസ്രായേൽ ഇവിടെ അറിയിച്ചിരിക്കുന്നത്. തുടരെ ഇസ്രായേലിലേക്ക് മിസൈൽ ആക്രമണം നടത്തുന്ന ഹൂതികൾക്ക് പലതവണ ബെഞ്ചമിൻ നെതന്യാഹു മുന്നറിയിപ്പ് കൊടുത്തിരുന്നു. എന്നിട്ടും ഇതൊന്നും കേൾക്കാതെ ചെന്ന് കയറി കൊടുക്കുന്നവർ ആരാണെങ്കിലും വലിയ വില നൽകേണ്ടി വരുമെന്നാണ് കഴിഞ്ഞ ഞായറാഴ്ച യമനിലേക്ക് ആക്രമണം നടത്തിയതിനു ശേഷം പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു മുന്നറിയിപ്പ് കൊടുത്തത്. യമനിലെ പ്രസിഡൻഷ്യൽ കൊട്ടാരമുള്ള സനയിൽ ആക്രമണം നടത്തിയ ശേഷമായിരുന്നു നെതന്യാഹുവിന്റെ ഈ പ്രഖ്യാപനം. ഞങ്ങളെ ആക്രമിക്കുന്നവരെ ഞങ്ങൾ തിരിച്ചടിക്കും, ആക്രമിക്കാൻ പദ്ധതി ഇടുന്നവരെയും ഞങ്ങൾ തിരിച്ചടിക്കും. ഇസ്രായേലിന്റെ ശക്തിയും നിശ്ചയദാർഢ്യവും ഈ പ്രദേശം മുഴുവൻ മനസ്സിലാക്കണമെന്ന് ഞാൻ കരുതുന്നു. ഇസ്രായേലിനെതിരെ ആക്രമണത്തിന് ഹൂതി ഭീകര ഭരണകൂടം വലിയ വില നൽകേണ്ടി വരുമെന്നും അത് നൽകിക്കൊണ്ടിരിക്കുകയാണെന്നും പ്രധാനമന്ത്രി ഹീബ്രു ഭാഷയിലുള്ള വീഡിയോ ചെയ്തുകൊണ്ടാണ് അതിൽ പറയുന്നത്. ഹീബ്രു ഭാഷ എന്ന യേശു ക്രിസ്തു സംസാരിച്ച ഭാഷ എന്നാണ് പറയുന്നത്. അപ്പോൾ ഇറാന്റെ പിന്തുണയുള്ള വിമതർക്കെതിരെ ഇസ്രായേൽ മുൻപും നടപടി സ്വീകരിച്ചിട്ടുണ്ടെന്നും ഭാവിയിലും നടപടി എടുക്കുമെന്നും നെതന്യാഹു ഓർമ്മിപ്പിച്ചു. അത് ഒരൊറ്റ ആക്രമണത്തിൽ ഒതുങ്ങില്ല, ധാരാളം ആക്രമണങ്ങൾ ഉണ്ടാവുമെന്നും നെതന്യാഹു പറഞ്ഞു. ഞങ്ങൾ മുൻകാലങ്ങളിൽ അവർക്കെതിരെ പ്രവർത്തിച്ചിട്ടുണ്ട്, ഭാവിയിലും ഞങ്ങൾ പ്രവർത്തിക്കും. എനിക്കെല്ലാം വിശദമായി പറയാൻ കഴിയില്ല. അമേരിക്കയുമായി സഹകരിക്കും. ഇത് ഒറ്റയടിക്ക് സംഭവിക്കുന്ന കാര്യമല്ല, പക്ഷേ പ്രഹരങ്ങൾ ഉണ്ടാകുമെന്നും നെതന്യാഹു ഓർമ്മിപ്പിച്ചു. ഹൂതികൾക്കുള്ള തിരിച്ചടി കടുത്തതായിരിക്കുമെന്ന് ഇസ്രായേൽ പ്രതിരോധ മന്ത്രി കാറ്റ്സും ആക്രമണത്തിന് പിന്നാലെ മുന്നറിയിപ്പ് നൽകിയിരുന്നു. ഞങ്ങളെ ആക്രമിക്കുന്നവരെ 7 മടങ്ങ് തിരിച്ചാക്രമിക്കുമെന്നായിരുന്നു ഇസ്രായേലിന്റെ കാറ്റ്സ് പറഞ്ഞത്, പ്രതിരോധ മന്ത്രി പറഞ്ഞത്. ഇസ്രായേലിന്റെ അടുത്ത ലക്ഷ്യം അത് ഹൂത്തി തലവൻ അബ്ദുൽ മാലിക് അൽ ഹൂത്തി തന്നെയാണ്. അബു ജിബ്രിൽ എന്നറിയപ്പെടുന്ന അബ്ദുൽ മാലിക് അൽ ഹൂതി ആണ് ഹൂതികളുടെ ഹൂതികളെ ഈ മേഖലയിലെ പ്രബല ശക്തിയാക്കി വളർത്തിയത്. ഇയാൾ പശ്ചിമേഷ്യയ്ക്ക് മാത്രമല്ല ലോകത്തിന് തന്നെ അപകടകാരിയാണെന്നാണ് ഇസ്രായേൽ വ്യക്തമാക്കുന്നത്. 2004 കലാപത്തിനിടെ യമൻ സൈന്യം കൊലപ്പെടുത്തിയ ഹൂതി വിമത നേതാവായ ഹുസൈൻ ബദറുദ്ദീൻ അൽ ഹുത്തിയുടെ സഹോദരനാണ് അബു ജിബ്രിൽ എന്ന ഇദ്ദേഹം. ഹൂതി വിമതർ ഇസ്രായേലിനോട് ശത്രുത പുലർത്തുന്നതിന് നിരവധി കാരണങ്ങളുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് പാലസ്തീനിലെ ഹമാസ്, ലബനാനിലെ ഹിസ്ബുള്ള, സിറിയ, ഇറാഖ് മേഖലകളിലെ മറ്റു ഭാഗങ്ങൾ എന്നിവിടങ്ങളിലെ നിരവധി ഷിയ ഗ്രൂപ്പുകൾക്കൊപ്പം ഹൂതികളും ഇറാന്റെ പ്രതിരോധ അച്ചുതണ്ടിന്റെ ഭാഗമാണ് എന്നതാണ്. പശ്ചിമേഷ്യൻ മേഖലയിലെ ഒരു പ്രധാന ശക്തിയായി ഇറാനെ മാറ്റാൻ സഹായിച്ച ഈ തീവ്രവാദ സംഘടനകൾക്ക് ടെഹ്റാനിൽ നിന്ന് സാമ്പത്തിക, സൈനിക, ആയുധ പിന്തുണകളും പരിശീലനങ്ങളും ഉൾപ്പെടെ കിട്ടുന്നുണ്ട്.